പക്ഷെ അവിടെ മമ്മൂക്കയുടെ കൂടെ ഒരു സീൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ഞാൻ കൊടുക്കുന്ന ഒരു ഡെലിവറി ആയിരിക്കും നാളെ എൻ്റെ ഫ്യൂച്ചർ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. പഠിപ്പ് മാറ്റി നിർത്തിയ ബാക്കി എല്ലാത്തിലും ഞാൻ തലവെച്ചിട്ടുണ്ടായിരിക്കും. എൻ്റെ ഫേവറേറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും കല്യാണരാമനും പറക്കന്തളികയും ഒക്കെയാണ്. ഞാൻ ജൂഡോ സ്റ്റേറ്റ് സിൽവർ മെഡലിസ്റ്റ് ആണ്, കബഡി നാഷണൽ പ്ലെയർ ആണ്, പിന്നെ അതുപോലെ അത്ലറ്റിക്സ് ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും മിററിൽ നോക്കി നമ്മളൊരു സെൽഫ് പ്രാക്ടീസ് കൊടുക്കുന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് എവിടെ പോയിട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ്. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് മമ്മൂക്കയുടെ കൂടെയൊക്കെ, പല സീനിയേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് മമ്മൂക്കയുടെ കൂടെയൊക്കെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഡ്രീം ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹലോ, പുതിയൊരു എപ്പിസോഡിൽ നമുക്കൊപ്പം കളങ്കാവൽ, കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമകളിലൂടെ സുപരിചിതയായ കാതറിൻ മറിയ. വെൽക്കം. താങ്ക് യു. ആദ്യത്തെ സെറ്റ് ഓഫ് ഫിലിംസിൽ മമ്മൂക്കയെ പോലുള്ള ആൾക്കാരുടെ കൂടെയാണ് അഭിനയിച്ച് തുടങ്ങിയത്. അപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ടെൻഷൻ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ഒരു ജേർണി? ടെൻഷൻ അങ്ങനെ ഇല്ലായിരുന്നു. കാരണം മമ്മൂട്ടി കമ്പനിയുടെ ഫിലിമാണ് അറിഞ്ഞിട്ടാണ് ഞാൻ സെറ്റിലേക്ക് എത്തുന്നത്. പക്ഷെ അവിടെ മമ്മൂക്കയുടെ കൂടെ ഒരു സീൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്തൊരു ചെറിയൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഞാൻ സെറ്റിലെത്തിയതിന് ശേഷമാണ് ഇങ്ങനെയൊരു സീനാണ് ചെയ്യേണ്ടത് എന്ന് എൻ്റെ അടുത്ത് പറയണേ. അപ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മൾ ആ ടിക്കരി വില്ലേജിലൊരു മെമ്പറായി മാറി കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പെട്ടെന്നാണ് നമുക്ക് വന്ന് ഫ്രണ്ടിൽ നിന്നതും ഇതാണ് ചെയ്യേണ്ടത് എന്ന് എൻ്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞതും. അവിടെ ഞാൻ ആസ് എ പേഴ്സൺ കണ്ട ഒരു കാര്യം, അതെനിക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാനവിടെ ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. കാരണം ഫസ്റ്റ് ഒരു 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 വലിയൊരു എൻട്രി, അല്ലെങ്കിൽ ഇത്രയും പേര് നമ്മളെ നോട്ടീസ് ചെയ്യാൻ പോകുന്ന ഒരു സീനാണെങ്കിലും അതിന് ഞാൻ കൊടുക്കുന്ന ഒരു ഡെലിവറി ആയിരിക്കും നാളെ എൻ്റെ ഫ്യൂച്ചർ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ അവിടെ ടെൻഷനേക്കാളും കൂടുതൽ ഞാൻ എന്നിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് അത് ചെയ്തത്. ടെൻഷൻ എന്നുള്ളൊരു ഫാക്ടർ ആ സമയത്ത് എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. സെറ്റിൽ കംഫർട്ടബിൾ ആയി കഴിഞ്ഞിട്ടായിരുന്നു നിങ്ങൾ കോമ്പിനേഷൻ സീൻ? നമുക്കൊരു 6 days ഷൂട്ടായിരുന്നു അത് ഉണ്ടായിരുന്നത്. അതിനകത്ത് നമുക്കൊരു തേർഡ് ഡേ ആണ് മമ്മൂക്കയുടെ കൂടെ ഈ ഒരു ചാടി വരുന്നൊരു സീൻ ഷൂട്ട് ചെയ്തത്. അതുവരെ നമ്മൾ ആ ഒരു ടീമിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ടായിരുന്നു ഒരു 3 ദിവസം. അപ്പൊ അത്ര വരെ നമ്മളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എവിടെയെങ്കിലൊക്കെ സിനിമ ഇറങ്ങുമ്പോൾ നമ്മളുടെ ഫേസ് കാണും എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് ഇങ്ങനെ ഒരു സീൻ 3-ാമത്തെ ദിവസം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു. അത് ഒരു ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു. ഈ ഫിലിമിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ചെറുപ്പം തൊട്ടേ ഒരു ഡ്രീം ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരായിരുന്നോ ഫസ്റ്റ് ഫിലിം? തീർച്ചയായിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂൾ ടൈം തൊട്ട് ഡ്രാമ, ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ മോണോ ആക്ട് പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട്. സിനിമ എപ്പോഴും ഒരു സ്വപ്നം തന്നെയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് എത്താനായിട്ട് ആ ഒരു ട്രാവൽ അത് എത്ര ഉണ്ടായിരിക്കും എന്നുള്ളതൊന്നും ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം വേറെ അങ്ങനെ ഫിലിം ഫീൽഡായിട്ട് കണക്ട് ആയി നിൽക്കുന്ന ആരും ഇപ്പം എൻ്റെ ഫാമിലിയിലോ എനിക്ക് അറിയാവുന്നവർ പോലും ആ സമയത്തില്ല. അപ്പം അതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഒരു വലിയ ഡ്രീം തന്നെയായിരുന്നു എനിക്ക്. പക്ഷേ കുറേ പറഞ്ഞ പോലെ ഭാഗ്യം ഉണ്ട് അതിനകത്ത്. പിന്നെ ഭാഗ്യത്തിന് മാത്രം വെയിറ്റ് ചെയ്തിരുന്നിട്ടും കാര്യമില്ല എന്നറിയുന്നതുകൊണ്ട് കുറേ അതിൻ്റെ പിന്നിൽ പണിയും എടുത്തിട്ടുണ്ട്, കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിനകത്തേക്ക് എത്തണത്. അപ്പം ഒരു ഡ്രീമിനേക്കാളും കൂടുതൽ ഞാൻ ആ ഡ്രീമിൻ്റെ അടുത്തേക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എത്തിപ്പെട്ടു എന്നുള്ളൊരു കോൺഫിഡൻസാണ് എനിക്കുള്ളത്. ഈ സിനിമയിൽ എത്തുന്നതിന്റെ മുന്നേ ഉള്ള ഒരു ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടങ്ങൾ തൊട്ടേയുള്ള ഹെൽപ്പ് ചെയ്തിരുന്ന എക്സ്ട്രാ കരിക്കുലറായി എന്തൊക്കെയായിരുന്നു ഇൻട്രസ്റ്റ്? ഇപ്പം ഞാൻ ജൂഡോ സ്റ്റേറ്റ് സിൽവർ മെഡലിസ്റ്റ് ആണ്, കബഡി നാഷണൽ പ്ലെയർ ആണ്, പിന്നെ അതുപോലെ അത്ലറ്റിക്സ് ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരുടെ അടുത്തും പറയും സ്കൂളിൽ ഇപ്പം പഠിപ്പ് മാറ്റി നിർത്തിയ ബാക്കി എല്ലാത്തിലും ഞാൻ തലവെച്ചിട്ടുണ്ടായിരിക്കും. കാരണം എനിക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനോടായിരുന്നു എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ. അപ്പം അതിനകത്ത് എല്ലാത്തിലും ഒരുവിധം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലാണെങ്കിലും രാഷ്ട്രപതി ഗൈഡാണ്, അങ്ങനെ എല്ലാ പരിപാടിയിലും ഉണ്ടായിരുന്നു. അത് സിനിമയിലേക്ക് എത്തുമ്പം ഈ പറഞ്ഞ പോലെ എഗെയിൻ കണ്ണൂർ സ്ക്വാഡിനകത്ത് ആ ഒരു ചാടി ചവിട്ടുന്ന ഒരു സീൻ എനിക്ക് അങ്ങനെ ഡെലിവർ ചെയ്യാൻ പറ്റിയത് പോലും പവർ പാക്ക് ആയിരുന്നു. തീർച്ചയായിട്ടും. ഞാനൊരു 5th സ്റ്റാൻഡേർഡ് തൊട്ട് ജൂഡോ ട്രെയിനിങ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കബഡിയും അതുപോലെ തന്നെ എൻ്റെ ഒരു ഹൈസ്കൂൾ തൊട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ കോളേജിൽ പോയ സമയത്ത് ഇതെല്ലാം എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തിനായിരുന്നു, ഞാൻ വെറുതെ ഇതൊക്കെ പഠിച്ചു എന്നുള്ളതല്ലാതെ ഇത് എവിടെയെങ്കിലും എനിക്ക് റിയൽ ലൈഫിൽ യൂസ്ഫുൾ
ആവുമോ എന്നുള്ളതൊക്കെ ആ സമയത്ത് ഒരു ബിഗ് ടൈം ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള പല കുട്ടികൾക്കും അത് ഉണ്ടാവും. പക്ഷെ ഫോർ മീ ഞാനത് റിയലൈസ് ചെയ്തത് ചെയ്യുന്നത് ഇപ്പോഴാണ്. കാരണം എനിക്കത് ഫിലിമിനകത്ത് ഞാൻ എന്തെല്ലാം അവിടെ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം എനിക്ക് യൂസ് ആക്കാൻ പറ്റുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സിനിമകൾ, കണ്ണൂർ സ്ക്വാഡ്, ദാവീദ്, അതിനകത്ത് ഞാനൊരു ബോക്സറായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിനുള്ള ഒരു എനർജിയൊക്കെ എനിക്ക് കിട്ടിയത് ഈ പറയുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും തന്നെയാണ്. ബോക്സിംഗ് മുന്നേ ചെയ്തു തുടങ്ങിയിരുന്നോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ബോക്സിംഗ് ഞാൻ ആദ്യമായിട്ട് ദാവീദിന്റെ സെറ്റിലേക്ക് എന്നെ വിളിക്കുമ്പോൾ, സെറ്റിലല്ല, എനിക്ക് കാസ്റ്റിങ്ങിന്റെ ടൈമിൽ വിളിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിനകത്ത് ഒരു ബോക്സർ ആയിട്ടുള്ള ക്യാരക്ടറാണ് നമ്മൾ ചെയ്യേണ്ടി വരാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ബോക്സിങ് എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത പരിപാടിയാണ്. കാരണം ആ ഒരു ടൈമിൽ എനിക്ക് ബോക്സിങ് അതുവരെ എനിക്ക് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അപ്പം അങ്ങനെ എനിക്കൊരു 2 months ടൈം തന്നിട്ടാണ് അവർ പറഞ്ഞത് ബോക്സിങ് ഒരു 2 മാസം ട്രെയിനിങ് ചെയ്തിട്ട് വരൂ, എന്നിട്ട് നമുക്കൊരു കൺഫർമേഷനിലേക്ക് പോവാം എന്നുള്ളത്. എനിക്ക് അതൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണ്. കാരണം ഓപ്പർച്യൂണിറ്റിയാണ് മുന്നിൽ നിൽക്കണത്, കഷ്ടപ്പെട്ടേ പറ്റും. അപ്പൊ ഞാൻ എന്തായാലും എൻ്റെ ഒരു കസിൻ ത്രൂ ആണ് സ്റ്റാർട്ട് ചെയ്തത് ബോക്സിങ്. പിന്നെ അങ്ങനെ ഞാൻ പോയി, എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ അറിയാവുന്നവരടുത്തൊക്കെ പോയി ഞാൻ 2 മാസം കൊണ്ട് പറ്റുന്ന പോലെ ബേസിക്സ് ഓഫ് ബോക്സിംഗ് ഒക്കെ പഠിച്ച് ഞാൻ ചെന്ന് അവർക്ക് അങ്ങനെ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തതിന് ശേഷമാണ് ദാവീദിലേക്ക് എനിക്കൊരു എൻട്രി കിട്ടുന്നത്. അങ്ങനെ പിന്നെ ഈ നിമിഷം വരെയും ബോക്സിംഗ് ഞാൻ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ ബോക്സിംഗ് പ്രൊഫഷണലി ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരാണ് എൻ്റെ കോച്ച് ഉള്ളത്. അപ്പം ബോക്സിംഗ് അങ്ങനെ ഞാൻ ഈ പറയുന്ന പഠിച്ചു തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഒരു ടേക്ക് അവേസ് ഒക്കെ കൂടെ തന്നെ അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫ് എനിക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമാണത്. എവിടെയെങ്കിലുമൊക്കെ ലൈഫിൽ നമുക്കത് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആവും. ഒന്നും നമ്മൾ ഒരിക്കലും പഠിക്കണത് ലൈഫിൽ വേസ്റ്റ് ആവില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ആവും എന്നുള്ളൊരു ഹോപ്പ് എനിക്കുണ്ട്. ഈ ആക്ഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പം ആക്ടിങ്ങിന്റെ കാര്യത്തില് എക്സ്പ്രഷൻ വൈസ് ഒരു സട്ടിൽ ആക്ടർ ആണോ അല്ലെങ്കിൽ എന്താണ്? അത് ഡിപ്പെൻഡ്സ് ഓൺ ക്യാരക്ടർ ആണ്. ഇപ്പൊ നമുക്ക് സട്ടിലായിട്ട് ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങനെ തന്നെ പോയേ പറ്റൂ. അതല്ല കുറേ ലൗഡായിട്ട് ചെയ്യേണ്ട പെർഫോമൻസ് വരുന്ന ക്യാരക്ടർ ആണെങ്കിൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യാരക്ടർ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി നമ്മൾ ഒരുപാട് ഓവറായിട്ട് ചെയ്തിട്ടും സിനിമയാണ്. അപ്പം നമ്മൾ സ്ക്രീനിൽ നമ്മളുടെ ഫേസ് വരുമ്പോഴത്തേനും എത്ര ഇത് നമ്മൾ കൊടുക്കണം എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ക്യാരക്ടർ. പിന്നെ എൻ്റെ ഫേസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, എൻ്റെ ഫീച്ചേഴ്സും കുറച്ച് ലൗഡാണ്. അപ്പം എൻ്റെ കണ്ണാണെങ്കിൽ അപ്പം അതൊക്കെ ഞാൻ കുറച്ച് കൺട്രോൾ ആൻഡ് സെറ്റിലായിട്ട് യൂസ് ചെയ്താൽ തന്നെയാണ് അത് കാണാനായിട്ട് ഒരു രസം ഉണ്ടായിരിക്കുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. തിയേറ്റർ, മോണോ ആക്ട്, അങ്ങനെ ആക്ടിങ് എന്നുള്ള ഒരു എലമെന്റ് പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ ലൈവാണ് പെർഫോമൻസ്. സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും പല ആംഗിൾസ്. കുറെ പേര് നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ നമ്മളൊക്കെ മോണിറ്ററിൽ നോക്കാം. അപ്പം ആ ഒരു ഇത് ഈസി ആണോ, അല്ലെങ്കിൽ അതങ്ങനെ നോക്കി റിവ്യൂ ചെയ്ത് ഒന്നുകൂടി നന്നാക്കി ചെയ്യാം അങ്ങനെയൊക്കെ? അങ്ങനെയില്ല. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ ചെയ്ത് കഴിഞ്ഞതിന്റെ റിവ്യൂ നോക്കാനായിട്ട് നിൽക്കാറില്ല. ഡയറക്ടർക്ക് വിട്ടുകൊടുക്കും. ഡയറക്ടർക്ക് വിട്ടുകൊടുക്കും. കാരണം അവരുടെ കയ്യിലാണ് ആ ഒരു നമ്മൾ കൊടുക്കുന്ന എന്താണെങ്കിലും അതെങ്ങനെ വരണം, അതിൽ എത്രത്തോളം ഇൻവോൾവ് നമ്മളാവണം എന്നുള്ളത് ഫൈനൽ ഡിസിഷൻ എപ്പോഴും ഡയറക്ടറുടെ അടുത്താണ്. ഞാൻ ആ സൈഡിലേക്ക് പോകാറില്ല. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എൻ്റെ മാക്സിമത്തിൽ ഞാൻ ആ ക്യാരക്ടർ പെർഫോം ചെയ്യും. അപ്പം അത് ഓക്കെ ആയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഡയറക്ടർ അവിടെ നിന്ന് പറയും നമുക്ക് പ്രാവശ്യം കൂടി പോവാമെന്ന്, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് അങ്ങനെയൊക്കെ പറയും. അപ്പം ആ ഒരു എന്താ പറയുക സജഷൻസിൻ്റെ കൂടെ പോവുക, അത് തന്നെയാണ് എപ്പോഴും എനിക്കും നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജഡ്ജ്മെന്റ് ആയിരിക്കില്ല അവരുടെ ജഡ്ജ്മെന്റ്. നമ്മൾ കാണുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനേക്കാളും എത്രയോ കാലം മുന്നേ ഡയറക്ടർ ഡ്രീം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണത്. അപ്പം ആൾക്കറിയാം അതിനെ പറ്റിയിട്ട്. എനിക്ക് അവരുടെ കൂടെ പോകാനാണ് ഇഷ്ടം. ഒരു ആക്ടിങ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്? സ്ക്രിപ്റ്റ് വായിച്ച് ഓൾറെഡി ഹോംവർക്ക് ചെയ്ത് റിസർച്ച് ചെയ്താണോ, അല്ലെങ്കിൽ? സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള പടങ്ങൾക്കൊന്നും എനിക്ക് നേരത്തെ അഡ്വാൻസ് ചെയ്ത് സ്ക്രിപ്റ്റ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും വന്നിട്ടില്ല. ഇപ്പം സ്ക്രിപ്റ്റ് ഞാൻ ഞാൻ എൻ്റെ അടുത്ത റിലീസിനുള്ള മൂവിയൊക്കെ ഞാൻ പിന്നെയും സ്ക്രിപ്റ്റ് കുറച്ച് നേരത്തെ കേട്ടിട്ടൊക്കെ ഉണ്ട്. ബാക്കിയുള്ള എല്ലാം ചെറിയ ചെറിയ സീൻസ് ഒക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പലതും സെറ്റിലെത്തിയതിന് ശേഷമാണ് എനിക്ക് സ്ക്രിപ്റ്റ് കാണുന്നതും ഇതാണ് ചെയ്യേണ്ടതെന്നും ഇതാണ് ക്യാരക്ടർ എന്ന് പോലും മോസ്റ്റ്ലി സെറ്റിലെത്തിയതിന് ശേഷമൊക്കെയാണ് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്രിപ്പറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇല്ല. വരുന്നു, ഡയലോഗ് പറയുന്നു, കോസ്റ്റ്യൂം ഇടുന്നു. ചിലപ്പോൾ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഡയലോഗ് പോലും വരുന്നത്. അപ്പം അത് ഭയങ്കര കുറവാണ്.
പിന്നെ ഇനിയിപ്പം മുന്നോട്ടുള്ള പടങ്ങൾക്ക് ഞാൻ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് നേരത്തെ ഒരു ക്യാരക്ടറിനെ പറ്റി അറിയുവാണെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഡെഫിനറ്റ്ലി ഐ ഡു. അതല്ലാതെ ആക്ടിങ് സൈഡിൽ ഞാൻ അങ്ങനെ ഒരുപാട് പ്രിപ്പറേഷൻ ഒന്നും കൊടുക്കുന്നില്ല. ചെല്ലുക, നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് എന്താണ് ആ ക്യാരക്ടർ ഒരുപാട് ഓവർ ആക്കാതെ എങ്ങനെയാണ് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അവിടെ പോയിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ഒരു കോൺഫിഡൻസ്. ഇപ്പം ആക്ടിങ് വർക്ക്ഷോപ്സ് ഒക്കെ ആളുകൾ കുറേ അധികം ചൂസ് ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നവരും അഭിനയിക്കാത്തവരും. അപ്പം അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ആക്ടിങ് വർക്ക്ഷോപ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ 1-2 വർക്ക്ഷോപ്സിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു. എനിക്ക് പേഴ്സണലി എവിടെയെങ്കിലുമൊക്കെ പോയി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ റീസെൻ്റ്ലി വാളയംകുളം അബൂക്കയുടെ ഒരു വർക്ക്ഷോപ്പിന് ഇതുപോലെ ഞാനൊന്ന് പോയിരുന്നു, ഒരു 3 days ഒരു എക്സ്പീരിയൻസിന്. അതാണ് ഞാൻ ആകെപ്പാടെ പോയിട്ടുള്ള ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ്. അതല്ലാതെ ഞാൻ ഇതുവരെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. മോസ്റ്റ്ലി ഞാൻ ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ എപ്പോഴും മിററിൽ നോക്കി നമ്മളൊരു സെൽഫ് പ്രാക്ടീസ് കൊടുക്കുന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് എവിടെ പോയിട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്ന് തുടങ്ങിയതിന് ശേഷം എപ്പോഴും ഞാൻ ഇത് തന്നെ, ഞാൻ എന്തെങ്കിലും ഫോൺ വെച്ചിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ മിറർ നോക്കി പ്രാക്ടീസ് ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാവും, നമ്മളുടെ ഫേസ് തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഓക്കെ ഇത് ഈ ഒരു ഏരിയ ഇത്രയും ഞാൻ കൂട്ടണ്ട, അല്ലെങ്കിൽ ഇത് ഇത്രയും, അതിൻ്റെ ഒരു 3-4 വേരിയേഷൻസ് ഒക്കെ ചെയ്ത് നോക്കി അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ ഇരുന്ന് കണ്ട് ഞാൻ തന്നെ എന്നെ ജഡ്ജ് ചെയ്യുന്ന ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇത് നമ്മളെ ഒരു ആക്ടിങ്ങിന്റെ അവയർനെസ്സും പെർഫോമൻസിന്റെ അവയർനെസ്സും അപ്പാർട്ട് ഫ്രം ദാറ്റ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സും വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോൾ. അപ്പം ഒരു ബോഡി ഇമേജ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി എന്താണ്? അത് എൻ്റെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് മൂവി കണ്ണൂർ സ്ക്വാഡ് ആയതുകൊണ്ട് അധികം ആരും എൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. കാരണം അതിനകത്ത് തന്നെ ഒരു വലിയ മേക്ക് ഓവർ നടത്തിയിട്ടാണ് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ഒരിക്കലും അങ്ങനെ കോൺഷ്യസ് ആയി ഇരിക്കുന്ന ഒരാളല്ല. ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അതിനനുസരിച്ചിട്ട് ഉള്ള ചേഞ്ചസ് വരുത്തുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്നത് ആക്ടിങ് ആണ്, അല്ലെങ്കിൽ എനിക്ക് കാണിക്കണം എന്ന് ആഗ്രഹമുള്ളത് എൻ്റെ ഒരു പെർഫോമൻസ് ആണ്. അപ്പൊ ആ ഒരു ഏരിയയിൽ നോക്കുമ്പോഴത്തേനും എത്ര ഡിഫറെന്റ് ആയിട്ട് എന്നെ കാണിക്കാൻ പറ്റുമോ അത്രയും ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ കാണിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള പരിപാടികളിനേക്കാളും കൂടുതൽ വെർസ്റ്റൈൽ ആയിട്ടുള്ള ഡിഫറെന്റ് ക്യാരക്ടേഴ്സിൽ എന്നെ സ്ക്രീനിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ചെയ്ത ക്യാരക്ടേഴ്സിലൊക്കെ കൂടുതലും ആക്ഷൻ അല്ലേ, അപ്പൊ ഒരു ഡ്രീം ക്യാരക്ടർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡ്രീം ക്യാരക്ടർ ആക്ഷൻ ആണ് ഞാൻ എല്ലാത്തിലും ചെയ്യുന്നേ എന്നുള്ള ഒരു പൊതുവെ ഒരു പേര് വന്നുപോയി, ഇനി നമുക്ക് മാറ്റണം. കാരണം ഇപ്പൊ എനിക്ക് വരുന്ന എന്നെ വിളിക്കുന്നതാണെങ്കിലും മോസ്റ്റ്ലി ഇപ്പൊ ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികൾക്കാണ്. അതല്ലാത്ത പരിപാടികളും വരുന്നുണ്ട്. ഇനിയിപ്പം ഷൂട്ട് തുടങ്ങാൻ നിൽക്കുന്ന മൂവീസിലും ആക്ഷൻ അല്ലാത്ത കംപ്ലീറ്റ് ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള മൂവീസ് ഇപ്പൊ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നുണ്ട്. അപ്പം ഡ്രീം ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്, എനിക്കൊരു നല്ല ഫീമെയിൽ ലീഡ് സബ്ജക്ട്സ് ചെയ്യണം എന്നുള്ളത് ഏതൊരു ആക്ട്രസും ആഗ്രഹിക്കുന്ന പോലെ എന്റെയും ഡ്രീം തന്നെയാണ്. അങ്ങനെ ഒരു നല്ല സബ്ജക്ട് വന്നു കഴിഞ്ഞാൽ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ഈ പറയുന്ന വേഴ്സ്റ്റൈൽ ആയിട്ടുള്ള പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണെങ്കിലും, ഞാൻ അങ്ങനെ സ്പെസിഫിക്കലി ഫീമെയിൽ എടുത്ത് പറയുമ്പോഴത്തേനും അങ്ങനെ ഒരു പരിപാടിയല്ല. ഏത് മൂവി ആണെങ്കിലും ഏത് ജോണർ ആണെങ്കിലും അതിനകത്ത് എനിക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഇമോഷൻസും അല്ലെങ്കിൽ മാക്സിമം എൻ്റെ പെർഫോമൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെപ്ത് ഉള്ള ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പം ആക്ടിങ് എന്ന് പറയുന്നത് ഓൺ സ്ക്രീനിലേക്ക് വരുന്നതിന്റെ മുന്നേ ചെറുപ്പം തൊട്ടേ കണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിലിം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ടറെ അങ്ങനെ അവരുടെ ഒരു ഇൻസ്പിറേഷനിലാണോ എനിക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം എന്ന് തോന്നിയേ? അങ്ങനെയില്ല. ഇപ്പൊ ഈ ചെറുപ്പം മുതലേ നമ്മൾ കാണുന്ന ഒരുപാട് ആക്ട്രസ് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവരെ പോലെ ചെയ്യാൻ ശ്രമിക്കുന്ന എന്നൊക്കെ പറയുന്ന, എനിക്ക് ഉർവശി ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉർവശി ചേച്ചിയുടെ ഭയങ്കര വലിയ ഫാനാണ്. ഞാനൊരു പടം ജലധാര പമ്പ് സെറ്റ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്. ഉർവശി ചേച്ചിയുടെ എനിക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു, പക്ഷെ അന്ന് സെറ്റിലുണ്ടായിരുന്നു, ചേച്ചിക്ക് അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതുപോലെ ഒത്തിരി പേരുണ്ട്. എൻ്റെ ചെറുപ്പത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളതൊക്കെ ചേച്ചിയുടെ സിനിമകളും ഇതൊക്കെ ആക്ടിങ് ഒക്കെയാണ്.
അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് തോന്നും എത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡെലിവറി അവർ ഇങ്ങനെ സ്ക്രീനിൽ കൊടുക്കണ കാണുമ്പോൾ എന്തെങ്കിലും എനിക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളതൊക്കെ അങ്ങനെ നമ്മൾ അഡ്മയർ ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ആൾക്കാരുകൾ അതൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ ഒരു പെർട്ടിക്കുലർ ഇൻസ്പിറേഷൻ അങ്ങനെ പറയാനില്ല. ഇതിനോടുള്ള ഒരു ഇഷ്ടം അതാണ് മെയിനായിട്ട്. സ്ഥിരം ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ മലയാളം മാത്രമാണോ, അല്ലെങ്കിൽ എക്സ്റ്റെൻസീവായി ഞാൻ കൂടുതലും കാണുന്നത് മലയാളമാണ്. ഞാൻ ബാക്കി ഉള്ള ലാംഗ്വേജ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കവർ ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്ത് വരുന്നു ഇത് ഒരു മസ്റ്റ് വാച്ച് മൂവി ആണെന്നൊക്കെ പറയുമ്പം ഞാൻ കാണുന്നു എന്നുള്ളതിലുപരി എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടം മലയാളമാണ്. മലയാളം, തമിഴ്, സൗത്ത് ഇന്ത്യൻ മൂവീസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പുറത്ത് ഇൻഡസ്ട്രിന്ന് കോൾസ് വരുന്നുണ്ടോ, പ്രോജക്ട്സ്? പുറത്ത് ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല, ബട്ട് കോൾസ് യെസ് വന്നിട്ടുണ്ട്. എനിക്ക് 2 ഡിഫറെന്റ് ഇൻഡസ്ട്രിയിൽ നിന്നായിട്ട് എനിക്ക് കോൾ വന്നിട്ടുണ്ട്, ഡിസ്കഷനിൽ ഇരുന്നിട്ടുണ്ട്. അത് എങ്ങനെ എപ്പോ എന്നൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ദൈവം സഹായിച്ചാൽ അങ്ങോട്ടേക്കൊക്കെ എത്താൻ പറ്റട്ടെ. തമിഴ്, കന്നഡ, തെലുങ്ക് അങ്ങനെ അങ്ങനെ ഇനി എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് ഏതാണ്? നമ്മളെ സൗത്ത് ഇന്ത്യൻ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് എല്ലായിടത്തും ഇഷ്ടമാണ്. അങ്ങനെ ചോദിച്ചാൽ ആരാ വേണ്ടെന്ന് പറയാൻ, എല്ലായിടത്തും എത്തണം. മാക്സിമം നമ്മുടെ വിസിബിലിറ്റി വരിക എന്നുള്ളതാണല്ലോ നമ്മുടെ ആഗ്രഹം. പക്ഷെ ഇമ്മീഡിയറ്റ്ലി ഈ പറഞ്ഞ പോലെ നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട് എനിക്ക് തമിഴ് മൂവീസിനകത്ത് കയറണം, ചെയ്യണം നല്ലൊരു ക്യാരക്ടർ എന്നുള്ളത് ആഗ്രഹമുണ്ട്. ബട്ട് യെസ്, എല്ലാ ഇൻഡസ്ട്രിയും നമുക്ക് എല്ലാം ഓപ്പർച്യൂണിറ്റി ആണ്. ബട്ട് ഞാൻ ഏറ്റവും കൂടുതൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയാണ്, മലയാളത്തിലാണ്. മലയാളത്തിൽ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് വരണം എന്നുള്ളതാണ് എൻ്റെ വലിയ ആഗ്രഹം. ഒരു കംഫർട്ട് സോങ്, കംഫർട്ട് ഫുഡ്, കംഫർട്ട് മൂവി? കംഫർട്ട് സോങ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഡാൻസർ കൂടിയാണ്. ഡാൻസ് എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ കൂടുതലും ആ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് ആണ് കേൾക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും സെൽഫായിട്ട് ചില്ലായിട്ട് ഇരിക്കുന്നത് ഒരു പാട്ട് വെച്ച് ഡാൻസ് കളിക്കുമ്പോഴായിരിക്കും. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് സോങ് ആണ് ഞാൻ എപ്പോഴും കേൾക്കുന്നത്. പിന്നെ കംഫർട്ട് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഫുഡൊക്കെ തന്നെയാണ്. എനിക്ക് ചോറും ചെമ്മീനും ഒക്കെ ഇതൊക്കെയാണ് എൻ്റെ കംഫർട്ട് ഫുഡ്. അതൊക്കെ എപ്പോൾ തന്നാലും ഏത് നേരത്തെ തന്നാലും ഞാൻ കഴിക്കും. പിന്നെ കംഫർട്ട് മൂവി പറഞ്ഞ പോലെ മലയാളം മൂവീസ് കുറച്ച് ബാക്കിലോട്ട് പോകുമ്പോഴത്തേനും എൻ്റെ ഫേവറേറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും കല്യാണരാമനും പറക്കന്തളികയും ഒക്കെയാണ്. എൻ്റെ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആ ഒരു ടൈമിൽ പഞ്ചാബി ഹൗസ് മറ്റേ ഡയലോഗൊക്കെ നമ്മൾ എപ്പോഴും ഇരുന്ന് പറയാന്ന് അറിയില്ല. ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയി അവിടെ ഇരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ടൈം. ഒരു ആക്ടർ എന്ന് പറയുമ്പം നമുക്ക് എക്സ്പീരിയൻസ് വലിയൊരു മുതൽക്കൂട്ടാണ്. യാത്രകളാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എന്ന് ആൾക്കാർ പറയുമല്ലോ. എങ്ങനെയാണ് യാത്ര ചെയ്യുക? ഒറ്റയ്ക്ക് പോകുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ ജസ്റ്റ് റാൻഡമായി ഇമ്പൾസീവായുള്ള യാത്രകളാണോ? ഞാൻ യാത്രകൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതെങ്ങനെ പോയാലും എനിക്കിഷ്ടമാണ്. ഞാൻ ഒറ്റയ്ക്കും പോയിട്ടുണ്ട്, ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ട്രാവൽ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര റിലാക്സ് ചെയ്യുന്നൊരു കാര്യമാണ്. റിലാക്സ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. എനിക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെ കിട്ടുന്ന ഈ പറഞ്ഞ എക്സ്പീരിയൻസിലേക്ക് എത്തുമ്പോഴത്തേനും ഇതാണ് എൻ്റെ ഒബ്സർവേഷൻസും കാര്യങ്ങളും. പല സ്ഥലത്തും പല ടൈപ്പ് ഓഫ് കൾച്ചറാണ്. ഇതെല്ലാം എനിക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നും ഇവിടെ ഒരു സ്ഥലത്തിരുന്ന് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ മാത്രം കണ്ട് അവിടെ എന്താണ് നടക്കുന്നത് അതിനേക്കാളും വിട്ട് പല സ്ഥലങ്ങളിലും പോയി അവിടുത്തെ കൾച്ചറും അവിടുത്തെ ആൾക്കാരും ഒക്കെ പഠിക്കാനും അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. അതൊക്കെ എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചിലരിങ്ങനെ ക്യാരക്ടർ സ്റ്റഡീന്റെ ഭാഗമായി ചായക്കടയിൽ പോയിരിക്കുന്നു, അവരെങ്ങനെ ആളുകളോട് സംസാരിക്കുന്നു, അവരെങ്ങനെ പാത്രങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു മുതലുള്ള അങ്ങനത്തെ ഓരോരോ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ അങ്ങനെ ന്യൂആൻസസ് ശ്രദ്ധിക്കുന്ന ഒരാളാണോ? ഞാന് പണ്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെതായ രീതിയിൽ ഞാൻ ഈ കാണുന്ന എല്ലാം എൻ്റെ കണ്ണിൽ തന്നെ ക്യാപ്ചർ ചെയ്ത് വരുന്ന ഒരാളായിരുന്നു. പിന്നെ ഞാനിരുന്ന് റീകളക്ട് ചെയ്യും എൻ്റെ മെമ്മറീസ് എല്ലാം. ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോഴായിരിക്കും ഞാൻ പല കാര്യങ്ങളും ഓർക്കണേ.
അത് കൊള്ളാലോ, അത് അങ്ങനെ ശരിക്കും അങ്ങനെയാണല്ലേ എന്നുള്ളതൊക്കെ പിന്നീടായിരിക്കും ഞാൻ റീകളക്ട് ചെയ്യുന്നത്. ബട്ട് ഇപ്പോഴത്തെ ട്രാവലിൽ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ചും കൂടി സിനിമയെ പറ്റിയൊക്കെ അറിയാനും എന്താ പറയുക, ഓരോ പല പല ക്യാരക്ടേഴ്സ് എൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഡിസ്കഷൻ്റെ പാർട്ടായിട്ട് വരുമ്പോഴാണെങ്കിലും ഞാൻ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ട്രാവൽ ചെയ്യുമ്പോൾ പല ടൈപ്പ് ഓഫ് ഈ പറഞ്ഞ പോലെ ആൾക്കാർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത്, അവരുടെ ഓരോ മൂവ്മെന്റ്സും എങ്ങനെയാണ്, അതൊക്കെ ഞാൻ ചിലപ്പോൾ വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് എങ്ങനെ അതുപോലെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റ് ഈ പറഞ്ഞ പോലെ എൻ്റെ മിറർ പ്രാക്ടീസ് ഫ്രണ്ടിൽ നിന്നിട്ട് അതേപോലെ ചെയ്ത് നോക്കുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. എനിക്കും പണ്ടൊക്കെ കേട്ടറിവേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതൊക്കെ റിയാലിറ്റിയിൽ വരുമ്പോൾ കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു കരിയർ സ്വിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ പഠിച്ചത് ബിടെക് ആയിരുന്നു അല്ലേ? അപ്പം അതിന്റെ മുന്നേയും ശേഷവും എങ്ങനെയായിരുന്നു? അതിന്റെ മുന്നേ ശേഷം ബിടെക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ടാണ് ഞാൻ CTSലാണ്, കോഗ്നിസെന്റിൽ ബാംഗ്ലൂരിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓഫീസ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദാവീദിന്റെ സമയം വരെയും എൻ്റെ എല്ലാ സെറ്റിലും ഞാൻ ലാപ്പും കൊണ്ട് പോകാറുണ്ട്. വർക്ക് ഫ്രം ഹോം ആയിരുന്നു ആ കോവിഡ് ടൈം തൊട്ട്. അപ്പം എല്ലാ സെറ്റിലും ഇരുന്ന് ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പം ചില സമയത്ത് നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ, ഡേ ഷൂട്ട് ആണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് എടുക്കും. കണ്ണൂർ സ്ക്വാഡ് ഫുള്ള് നൈറ്റ് ഷൂട്ടായിരുന്നു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് ഡേ ഷിഫ്റ്റ് ചെയ്യും, രാവിലെ ഇരുന്ന് ലാപ്പ് വെച്ച്. പക്ഷെ ഇത് ഭയങ്കര ഹെക്റ്റിക്കായി പോയി ഫ്രണ്ടിലേക്ക് പോകുന്നതോറും, കാരണം എൻ്റെ ഉറക്കം ഭയങ്കരമായിട്ട് പോകുന്നു. പിന്നെ ഇത് എല്ലാത്തിനും പുറമെ ഞാനൊരു ബിസിനസ് തുടങ്ങി, ഒരു ക്ലോത്തിങ് പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങി. അപ്പം അതെല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് ഹെക്റ്റിക് ആയപ്പോഴത്തേനും ഞാൻ ജോബ് റിസൈൻ ചെയ്തു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, പകരം എൻ്റെ ബിസിനസ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു പുതിയ ബ്രാൻഡൊക്കെ ഈ മന്ത് ലോഞ്ച് ഉണ്ട്. അപ്പം അതിൻ്റെ പരിപാടികളും സിനിമയും ആണിപ്പോൾ കംപ്ലീറ്റ്ലി. പിന്നെ എൻ്റെ വർക്കൗട്ട്. ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സ്റ്റേജിൽ നിന്ന് കുറേ ആളുകളുമായി എപ്പോഴും ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു ഫീൽഡിലേക്കാണ് വന്നത്. ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ ആണോ? ആണ്, തീർച്ചയായിട്ടും. അതുകൊണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, എൻ്റെ ഫേവറേറ്റ് വർക്കിംഗ് ഏരിയയും അതർ ദാൻ സിനിമ എപ്പോഴും ബിസിനസ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സൈഡാണ്. എനിക്ക് ഫാമിലി ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ തൊട്ട് ഈ പറഞ്ഞ പോലെ മമ്മി കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം എനിക്ക് അത് ബ്ലഡിലുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഏരിയ, ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെയാണ് ബിസിനസ് തുടങ്ങുക എന്നുള്ളത് ഓൾറെഡി എൻ്റെ പണ്ട് മുതലേ ഉള്ള, ഞാനത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എവിടെയൊക്കെ പോയാലും ഞാൻ എന്തെങ്കിലും ഒരു ബിസിനസ് എപ്പോഴെങ്കിലുമൊക്കെ തുടങ്ങും എന്നുള്ളത്. അപ്പം സിനിമ എൻ്റെ പാഷൻ ആണെങ്കിൽ ഞാൻ അതിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ അപ്പുറത്ത് എനിക്ക് എൻ്റെ ബിസിനസ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതാണ് എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് ഞാൻ കാണുന്നത്. ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫിൽ സിനിമയെ ഞാൻ എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കാണുന്നില്ല. എനിക്കത് ഇഷ്ടം ആണ്, പല ക്യാരക്ടേഴ്സും ചെയ്യണം, പലരും നല്ല രീതിയിൽ പെർഫോം ചെയ്യണം, ഇതെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി എൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത് ഓൾവേസ് എൻ്റെ ഓൺ എന്തെങ്കിലും പരിപാടിയായിരിക്കും. അതാണ് എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. ഈ ആക്ടിങ് അല്ലാതെ വേറെ ഏതെങ്കിലും സൈഡ് എക്സ്പ്ലോർ ചെയ്യണം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ആക്ടിങ് അല്ലാതെ ഈ പറഞ്ഞ പോലെ എനിക്ക് മൂവീസിൽ ഈ ടെക്നിക്കൽ സൈഡിൽ നിന്ന് വർക്ക് ചെയ്യണം എന്നുണ്ട്. വർക്ക് ചെയ്യാൻ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ബാക്ക് എൻഡ് വർക്കൊക്കെ നടക്കുന്നത് എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ടെക്നീഷ്യൻസ് ഒക്കെ ആയിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ട്. എനിക്ക് ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാറുണ്ട്. നല്ല രീതിയിൽ ഇപ്പോൾ മൂവീസിൽ നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതല്ലാതെ അതിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. മേ ബി ഫ്യൂച്ചറിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ട്രൈ ചെയ്തേക്കാം. എനിക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ എനിക്ക് അറിയില്ല. മേ ബി ഞാൻ ട്രൈ ചെയ്തേക്കാം. ഒരു ഫാഷൻ സെൻസ് അല്ലെങ്കിൽ ഫാഷൻ സൈഡിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടോ? അതാ എൻ്റെ ബിസിനസ് അതാണല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്ലോത്തിങ് ആണ് എൻ്റെ ബിസിനസ്. സ്റ്റൈലിംഗിൽ എനിക്ക് ഞാൻ ഒരു ബ്രാൻഡായിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. ഒരു ബിസിനസ് കാഷ്വൽ, എൻ്റെ ഡ്രസ്സാണ് ഇതൊക്കെ എന്നൊക്കെ ഒരു ബിസിനസ് കാഷ്വൽ വെയർ ആണ്. വർക്കിംഗ് വുമൻ അല്ലെങ്കിൽ ബിസിനസ് ഓൺടർപ്രണേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു കോർപ്പറേറ്റ് ലെവലിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ, അവിടെയൊന്നും ഇതുവരെ ഫാഷൻ അധികം എത്തിയിട്ടില്ല. ഇപ്പം നമ്മളാണെങ്കിലും ഡെയിലി ഓഫീസിൽ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളെക്കാളും അവിടേക്ക് കുറച്ചും കൂടി ഫാഷൻ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. സോ വർക്ക് വെയർ ആണ് കൂടുതലും ബ്രാൻഡിൽ വരുന്നത്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ പോലെ ഫാഷനോടുള്ള എൻ്റെ ഇഷ്ടം. അത് ഇപ്പം എത്തി നിൽക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുക എന്നുള്ളൊരു സ്റ്റേജിലാണ്. എനിക്കൊരു കോ ഫൗണ്ടർ ഉണ്ട്, ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഒന്നിച്ച് ലോഞ്ച് ചെയ്യുക എന്നുള്ള സ്റ്റേജിലാണ് അത് എത്തി നിൽക്കുന്നത്.
അതാണ് എൻ്റെ ഫാഷൻ്റെ ഇൻട്രസ്റ്റ്. ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ഒറ്റയ്ക്ക് ഇരിക്കുന്നത് വളരെ കുറവാണ്. Rare ആണ്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. മിനിമം ഒരു കുറച്ച് 10 പേരെങ്കിലും സമാധാനം വേണമെന്ന് തോന്നാറില്ലേ? ഇല്ല. എനിക്ക് അവിടെയാണ് സമാധാനക്കേട്. ഞാൻ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയാ ഡൗൺ ആവും. ഞാൻ ഇതെന്താ ഒറ്റയ്ക്ക് ഇരിക്കണേ എന്നുള്ളൊരു, എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഒരു 10 പേരുണ്ടെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമാണ്. സോ ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റ് ആണെങ്കിലും എപ്പോഴും പറയും, വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാരെയും പുറത്തേക്ക് വിടൂല്ല അത്. അപ്പം എപ്പോഴും അങ്ങനെയാണ്. എനിക്ക് എപ്പോഴും കണ്ടെയ്ൻഡ് ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. സിനിമ എന്ന് പറയുന്ന ഒരു അൺപ്രഡിക്റ്റബിൾ ആയ ഒരു സ്റ്റേജിലേക്ക് കയറുന്ന പോലെയാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഫാമിലിന്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയായിരുന്നു? അത് ഭയങ്കര നല്ല സപ്പോർട്ട് തന്നെയാണ്. കാരണം ഇപ്പം എന്നെ കാണാൻ പറ്റും. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജേർണി ആണെങ്കിലും എനിക്ക് ആ ഒരു സൈഡിൽ നിന്ന് സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെയും എത്താൻ പറ്റൂല. ഇപ്പം എൻ്റെ ഈ പറയുന്ന പോലെ ആക്ഷൻ മൂവീസ് ആണെങ്കിലും ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഈ പറയുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് എന്നെ തേടിയും വരുന്നുണ്ട്. സോ ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് തരുന്നത് വീട്ടിൽ നിന്ന് തന്നെ, എസ്പെഷ്യലി മൈ ഹസ്ബൻഡ്. ആളാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് കംപ്ലീറ്റ് പുഷ് തരുന്നത്. ഇപ്പം എൻ്റെ ഒരു എനർജിയും ഞാൻ എന്താന്നുള്ളത് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. സോ എനിക്ക് വേണ്ട എല്ലാ ബാക്കപ്പും സപ്പോർട്ടും, ഈവൻ എനിക്ക് നല്ല കോച്ചസിനെ വരെ ഇരുന്ന് സംടൈംസ് സെലക്ട് ചെയ്ത് തരുന്നത് പുള്ളിയായിരിക്കും. സോ അത് ഭയങ്കര ആ ഒരു സൈഡിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള എൻ്റെ ഒരു ഫ്യൂവൽ പോലും ഇല്ലാണ്ടായി പോകും. സോ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ലൈഫിൽ നമുക്ക് എപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കുന്ന ചില വാല്യൂസ് ഉണ്ടാവും, കോംപ്രമൈസ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഓവർ ദി ടൈം ഇവോൾവ് ആയ. അങ്ങനെ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് എന്തായിരിക്കും? സെൽഫ് റെസ്പെക്റ്റ്. അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, സെൽഫ് റെസ്പെക്റ്റ്. അതിനു വേണ്ടി ഞാൻ ഹോണസ്റ്റ്ലി പറയുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പല പ്രൊജക്ട്സും അല്ലെങ്കിൽ പല സിറ്റുവേഷൻസും ലൈഫിൽ, ഞാൻ സിനിമ എന്ന് മാത്രം എടുത്ത് പറയില്ല, പല സിറ്റുവേഷൻസിലും നമ്മൾ മുന്നോട്ടേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാതിരിക്കാൻ വരെ നമുക്ക് ഈ ഒരു സെൽഫ് റെസ്പെക്റ്റ് റീസൺ ആയിട്ടുണ്ട്. കാരണം അത് കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യത്തിന് നിൽക്കാനായിട്ട് എനിക്ക് പറ്റൂല. അതാണ് മെയിൻ കാര്യം. അതാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് തന്നെ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയും. സിനിമ സെറ്റുകളൊക്കെ കംഫർട്ടബിൾ ആയിരുന്നോ? സോഫാർ എല്ലാം ഈ പറഞ്ഞ പോലെ എൻ്റെ ടാഗ് ലൈൻ തന്നെ ഇടിക്കാരി എന്നായതുകൊണ്ട് എനിക്ക് സെറ്റുകളെല്ലാം നല്ല കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് അങ്ങനെ വേറൊരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞാൻ ചെന്ന് വിട്ടുള്ള പ്രൊഡക്ഷൻസ് ആണെങ്കിലും, ഇപ്പം മമ്മൂട്ടി കമ്പനിയുടെ ആയിരുന്നു 2 മൂവി ഞാൻ ചെയ്തത്. പിന്നെ ബാക്കി ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളാണെങ്കിലും എനിക്ക് സോഫാർ എല്ലാം കംഫർട്ടബിൾ ആയിരുന്നു. പ്രോജക്റ്റ് ചൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ, ഈവൻ കഥ കേൾക്കുന്നതിന് മുന്നേ, ഫസ്റ്റ് മീറ്റിങ്ങിന് മുന്നേ തന്നെ എന്തെങ്കിലും അങ്ങനെ വിചാരിച്ച് വെക്കുമോ? ഇങ്ങനെയാണെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള ഒരു? അങ്ങനെയില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ പറഞ്ഞ പോലെ എനിക്കിഷ്ടമാണ് പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഉള്ളൊരു ജഡ്ജ്മെൻറ്റ് ഞാൻ എടുക്കാറില്ല. എന്നെക്കൊണ്ട് അതെങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. പിന്നെ ഞാൻ ഒബ്വിയസ്ലി ടെക്നിക്കൽ സൈഡ് നോക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടീം, ബാക്കി ടീം ആരൊക്കെയാണ്, അത് ഞാൻ നോക്കുന്നൊരു വലിയൊരു കാര്യം. ഞാനിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത്രയും വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും കടക്കാറായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള ഒരു കാര്യം കൂടി ഉള്ളതുകൊണ്ട്, ഞാൻ ചേർത്ത് നിർത്തുന്ന എൻ്റെ കുറച്ച് വാല്യൂസും ഉള്ളതുകൊണ്ട്, ടെക്നിക്കൽ സൈഡ് മൊത്തം മൂവിയുടെ ഒരു ടീമിനെ ഞാൻ ഡെഫിനറ്റ്ലി നോക്കും ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ. കോ ആക്ടേഴ്സിൽ നിന്ന് എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമല്ലോ. മമ്മൂക്കേൻ്റെ ഒപ്പം ആണെങ്കിലും ഈ ഒരു തുടക്കത്തിൽ തന്നെ അത്യാവശ്യം നല്ല പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ടേക്ക് അവേ എന്തായിരിക്കും? എനിക്ക് ഈ പറഞ്ഞ പോലെ മമ്മൂക്ക തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ബിഗിനർ എന്നുള്ള ഒരു നിലയ്ക്ക് എൻ്റെ ഒരു എൻട്രി ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് തന്നെ ഞാൻ പറയും. എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഫിലിം ഇൻഡസ്ട്രീൻ്റെ ഒരു കരിയറിൽ തന്നെ ഞാൻ മമ്മൂക്കയുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ്
ഫേസ് ടു ഫേസ് നോക്കി മമ്മൂക്കയുടെ ഒപ്പം ആക്ട് ചെയ്യുക എന്ന് പറയുന്നത് കളംകാവിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എന്താ പറയുക, എൻ്റെ കരിയറിൻ്റെ ഇത്രയും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മമ്മൂക്കയുടെ കൂടെയൊക്കെ പല സീനിയേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മമ്മൂക്കയുടെ കൂടെയൊക്കെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഡ്രീം ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ എനിക്ക് ആസ് എ ബിഗിനർ ഈ ഇത്രയും ക്ലോസ് റേഞ്ചിൽ നിന്നിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളുണ്ട്. വളരെ ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ പോലും നമുക്ക് അതിനെ ഇടുന്ന നമുക്കവിടെ ഒരു പരിപാടി ഉണ്ട്. അതൊക്കെ നമ്മൾക്ക് ഇങ്ങനെയും നമുക്ക് ചിന്തിക്കാമല്ലേ, അത്രയും ആലോചിക്കുന്നുണ്ട്. നമ്മൾ പോലും ചിലപ്പോൾ ആ ഒരു മൊമെന്റിൽ അത്രയും ചിന്തിക്കില്ല, നമുക്കത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് നല്ല രസമായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചത്, അതൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റിയത് ആ ഒരു ചെറിയൊരു മൊമെന്റ് നിന്നാണെങ്കിലും അതൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബാക്കിയുള്ള മൂവീസ് ആണെങ്കിലും ഞാൻ പിന്നീട് ഇപ്പം ഇനി വരുന്ന റിലീസിനുള്ള മൂവീസൊക്കെ ആണെങ്കിലും എൻ്റെ കോ ആക്ടേഴ്സിനൊക്കെ അവർ കുറച്ച് സീനിയേഴ്സാണ്, അല്ലെങ്കിൽ ഞാൻ അവരെ കുറച്ച് റെസ്പെക്റ്റ് ചെയ്യുന്ന, അവരുടെ ആക്ടിങ് ഞാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആക്ടേഴ്സ്, ഞാൻ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഞാൻ എടുക്കും. അതിലൊന്നും ഞാനൊരു മടിയും വിചാരിക്കില്ല. നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആരിൽ നിന്നാണെങ്കിലും ഞാൻ എപ്പോഴും പഠിക്കാൻ റെഡിയാണ്. ഫസ്റ്റ് പ്രോജക്റ്റ് ഏതായിരുന്നു? എൻ്റെ ഫസ്റ്റ് പടം ജലധാര പമ്പ് സെറ്റാണ്. സനൂഷ, ഉർവശി ചേച്ചി, ഇന്ദ്രൻ ചേട്ടൻ ചെയ്തിട്ടുള്ള. അതിനകത്ത് സനൂഷയുടെ ഒരു ഫ്രണ്ടായിട്ടാണ്, അമുദം എന്ന് പറഞ്ഞൊരു പൊള്ളാച്ചിയിലുള്ള ഒരു ഫ്രണ്ട്, ആ ഒരു ക്യാരക്ടറാണ് ഞാൻ ആദ്യം ചെയ്തത്. അതാണ് എൻ്റെ ഫസ്റ്റ് ബിഗ് സ്ക്രീൻ റിലീസ്. അത് മുതൽ ഇപ്പോൾ വരെയുള്ള എക്സ്പീരിയൻസിൽ ആക്ടർ എന്നുള്ള ഒരു ചേഞ്ച് ലൈഫിലേക്ക് വന്നതിനൊപ്പം വന്ന എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? ഈ ഒരു ഫീൽഡിലേക്ക് വന്നതുകൊണ്ട് മാത്രം? ഈ ഒരു ഫീൽഡിലേക്ക് വന്നതുകൊണ്ട് ഒരു പുതിയ ചേഞ്ചിനേക്കാളും കൂടുതൽ എനിക്കൊരു തിരിച്ച് പോക്കായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പറഞ്ഞ സ്പോർട്സ് ആക്ടിവിറ്റീസ്, എൻ്റെ വർക്കൗട്ട്സ്, ഇതെല്ലാം ഞാൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അതൊന്നും കൊണ്ടുപോകാൻ പറ്റാതെ ആവുകയും വർക്കിൽ ബിസി ആവുകയും അങ്ങനെ ഉള്ള ഒരു സ്റ്റേജ് എനിക്ക് വന്നു. അതിൽ നിന്ന് തിരിച്ച് ഞാൻ അവിടേക്ക് എത്തി നിൽക്കുക. ഇപ്പം ഞാനുള്ളത് എൻ്റെ ഒരു സ്കൂൾ ടൈമിലാണ്. ബാക്ക് ടു മൈ വർക്കൗട്ട്, എൻ്റെ ഡെയിലി റുട്ടീൻസ് എല്ലാം തിരിച്ചെനിക്ക് കിട്ടിയത് ഈ സിനിമയിൽ വന്നതുകൊണ്ടും സിനിമയിൽ ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്ന എൻ്റെ ഡെലിവറബിൾസ് എല്ലാം ആലോചിക്കുമ്പോഴാണ് ഞാൻ ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്ന എഫേർട്ടൊക്കെയാണ് എന്നെ അവിടെ എത്തിച്ചത്. സോ എൻജോയ് ചെയ്യുന്ന ഒരു പീരിയഡിലേക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പം ഉള്ളത്. ഒരു മൂവ് വിത്ത് ദ ഫ്ലോ പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റ് ചെയ്ത ഒരു 5 കൊല്ലത്തിനപ്പുറം ഞാൻ ഇങ്ങനെയാണെന്നുള്ളൊരു വിഷൻ ഉണ്ടോ? വിഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു ഗോ വിത്ത് ദ ഫ്ലോ പേഴ്സൺ ആണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം നമ്മളിങ്ങനെ ജീവിച്ച് പോവുക, നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു പോവുക, ആരെയും ഉപദ്രവിക്കാണ്ട് മാക്സിമം ഹാപ്പിയൊക്കെ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് വലിയ കാര്യങ്ങൾ നമുക്ക് തരും. അതാണ് എന്നെ ലൈഫ് പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതും. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തു പോയ കാര്യങ്ങളെല്ലാം തന്നെയും അങ്ങനെയാണ്. ഇപ്പം ഈ ഒരു ഏജിനുള്ളിൽ ഞാൻ അച്ചീവ് ചെയ്ത എൻ്റെ കാര്യങ്ങളാണെങ്കിലും, സിനിമ ഇപ്പം നമ്മൾ വളരെ ലേറ്റായിട്ട് വന്നതാണ്, കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. എങ്കിൽ തന്നെയും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെങ്കിലും, എൻ്റെ ബിസിനസ് ആണെങ്കിലും, ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചു എൻ്റെ നാട്ടിൽ. ഇതെല്ലാം ഞാൻ ചെയ്തത്, ഇതൊക്കെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളായിട്ടല്ല. എൻ്റെ തലയിൽ എവിടെയൊക്കെയോ ഒരു സ്വപ്നമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്തേക്കൊക്കെ ഞാൻ ചെയ്ത എൻ്റെ ആ ഒരു ഫ്ലോ, ഈ പറയുന്ന ഗോ വിത്ത് ദ ഫ്ലോയിൽ ഞാൻ ഇട്ട എഫേർട്ടിൻ്റെ റിസൾട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ 5 വർഷം കഴിയുമ്പോൾ ഞാൻ 5 വർഷം കഴിയുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതല്ല, 5 വർഷം കഴിയുമ്പോൾ ഞാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പൊസിഷനുണ്ട്. അത് എൻ്റെ മെന്റൽ സിറ്റുവേഷൻ ഇത് തന്നെയായിരിക്കും. അത് എനിക്ക് എൻ്റെ ലൈഫ് ലോങ് എൻ്റെ മെന്റൽ സിറ്റുവേഷൻ ഇത് തന്നെയായിരിക്കും. ഞാൻ ഹാപ്പി ആയിരിക്കും, പീസ്ഫുൾ ആയിരിക്കും, അതിനകത്തൊരു ചേഞ്ചും ഉണ്ടാവില്ല. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഈ പറയുന്ന ആഫ്റ്റർ 5 years ഒരുപാട് നല്ല പടങ്ങൾ എനിക്ക് എൻ്റെ മുന്നിലേക്ക് വരുന്ന പടങ്ങൾ നല്ല രീതിയിൽ ചെയ്യണം, അതിനുവേണ്ടി എഫേർട്ട് ഇടണം. ഇതിനേക്കാളും ഡബിളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം, അതിനുള്ള റിസൾട്ട്സ് ഉണ്ടാക്കണം. ഈ പറഞ്ഞ പോലെ എൻ്റെ ബ്രാൻഡിനെ നല്ലൊരു സ്റ്റേജിലേക്ക് എത്തിക്കണം എന്നുള്ള, എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. 5 വർഷം കഴിയുമ്പോൾ ഞാൻ അവിടെ ആയിരിക്കും, അതെനിക്കറിയാം. കാരണം ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഐഡിയലായിട്ടിരിക്കുന്ന ഒരാളല്ല. ഈ സിനിമ എന്ന് പറയുമ്പോൾ എത്ര ആക്റ്റീവ് ആണെങ്കിലും ചിലപ്പോൾ ഹെക്ടിക് ആയേക്കാം. അങ്ങനെയുള്ള സമയത്ത് എന്താണ് ഒന്ന് പുഷ് ചെയ്ത്
ഇത് എത്തിക്കണം എന്ന് തോന്നുന്ന ഒരു അതാ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് സെൽഫ് ഡ്രിവൻ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ഈ പറയണ ഡൗൺ ആയിരിക്കുന്ന ഒരു മൊമെന്റ് ഞാൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി തന്നെ ആയിരിക്കും എന്നെ ചാർജ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഫേസ് ഇല്ല. കുറെ എനർജി ഉണ്ട് സ്വന്തമായിട്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് റീസെന്റ് ആയിട്ട് ഏതെങ്കിലും റിലീസ്? അടുത്ത മൂവി പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ. അത് നമ്മൾ സെപ്റ്റംബർ ഒരു ഫസ്റ്റ് വീക്കോട് കൂടിയിട്ടായിരിക്കും തിയേറ്ററിൽ എത്തുന്നത്. നമ്മളുടെ ഷഹദാണ് അതിൻ്റെ ഡയറക്ടർ വരുന്നത്. റോബി ചേട്ടൻ, കണ്ണൂർ സ്ക്വാഡിൻ്റെ ഡയറക്ടർ റോബി ചേട്ടനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും വളരെയധികം പ്രതീക്ഷയോട് കൂടിയിരിക്കുന്ന ഒരു മൂവിയാണ്. പാർവതി തിരോത്താണ് ലീഡായിട്ട് ഉള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പം പടം ഓൾമോസ്റ്റ് റെഡിയാണ്. സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് റിലീസാണ്. അപ്പം അതിൽ വലിയൊരു പ്രതീക്ഷ ഉണ്ട്. മമ്മൂക്കയോടൊപ്പമുള്ള അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പം അതുപോലെ വേറെ പ്രോജക്റ്റുകളിലെ സീനിയർ ആർട്ടിസ്റ്റുകളുമായുള്ള അവരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ അവരോടുള്ള ഒരു ഫാമിലി ബോണ്ടിങ് സിനിമയിൽ ആയി തുടങ്ങിയോ? അങ്ങനെ ഇപ്പം മമ്മൂക്കായിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു. മമ്മൂക്ക എനിക്ക് ആ ഒരു മേജർ പാർട്ട് മമ്മൂക്ക തന്നെയാണ്. എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ്. അതായത് എന്തായിട്ട് ഇപ്പം ഞാൻ ചെയ്തു വന്നിട്ടുള്ള പടങ്ങളെടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പം ദാവീദ് എന്ന് തുടങ്ങിയതാണ് വിജയരാഘവൻ സാർ, കുട്ടേട്ടൻ ഞങ്ങളുടെ ആശാനായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങളിലും കുട്ടേട്ടനുണ്ട്. കുട്ടേട്ടൻ ഭയങ്കര ഒരു മനുഷ്യനാണ്. നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ പോയിരുന്നു, കുട്ടേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു. അന്ന് എൻ്റെ കൂടെ സിറാജ് ഉണ്ടായിരുന്നു, സിറാജുദ്ദീൻ നാസർ. നമ്മളുടെ കേരള ക്രൈം ഫയൽസ് 2ലും RDXലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിറാജ് ഈ പറഞ്ഞ പോലെ വളരെ നല്ല രീതിയിൽ എനിക്ക് സെറ്റിൽ സപ്പോർട്ട് തന്നിട്ടുള്ള ഒരു ആക്ടറാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് കുട്ടേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ടെക്നീഷ്യൻ സൈഡിൽ നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ റോബി ചേട്ടനുണ്ട്. അങ്ങനെ എടുത്തു പറയാനായിട്ട് സത്യം പറഞ്ഞാൽ കുറേ പേരുടെ പേരുകളുണ്ട്. പക്ഷെ എന്നെ ജെനുവിൻലി ഞാൻ സിനിമയിൽ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും ഹെൽപ്പ് ചെയ്യും ചെയ്തിട്ടുള്ള, എനിക്ക് ഓർക്കാൻ ഞാൻ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളൊക്കെയാണ്. ജോർജ് ചേട്ടനാണെങ്കിലും സുനിലേട്ടനാണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഇവരെല്ലാവരും. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഒരു തിരിച്ചുവരവായി. എൻജോയ് ചെയ്തിരുന്ന ഒരു പീരീഡിലേക്ക് അങ്ങനെ ഒരു ബ്രേക്ക് വന്നാലും തിരിച്ചു വരാൻ പറ്റും എന്ന് എല്ലാവർക്കും പ്രൂവ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരു ബ്രേക്ക് വന്നതുകൊണ്ട് പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നു എന്ന് തോന്നുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജിയാണ്. അത് എനിക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ഫേസിൽ നമ്മൾ കടന്നു പോകുമ്പം നമ്മളൊരു ഫാമിലി, നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്ന് നമ്മൾ ജീവിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒരു തിരിച്ചു വരവ് നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കണം. അത് ഞാൻ എടുത്തത് കൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞ എൻ്റെ ഒരു സ്പേസ് തിരിച്ചു കിട്ടിയത്. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനിയിപ്പോൾ അതിനൊന്നും വേണ്ടി എഫേർട്ട് ഇടണ്ട, കഴിഞ്ഞു എന്നുള്ളൊരു തോട്ട്. അത് വെറുതെയാണ്. അതങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ അതിനു വേണ്ടി എഫേർട്ട് എടുക്കാൻ മടി കാണിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് സിറ്റുവേഷൻസ് ആയിരിക്കാം, ഫാമിലി സിറ്റുവേഷൻസ് ആയിരിക്കാം. പക്ഷെ ചിലർക്ക് ഇതൊന്നും ഇല്ലാതെ ലേസിനെസ് മാത്രമുണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ആ ഒരു പഴയ നമ്മളെ, അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ ഒരു സ്കൂൾ കോളേജ് ടൈമിലുള്ള നമ്മളുടെ അടുത്തേക്ക് ഒരു തിരിച്ചു പോക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എഫേർട്ട് സ്വന്തമായിട്ട്, എന്താ പറയുക, മേജർലി ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് നമ്മളുടെ ഒരു ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളി മറ്റേ ബിൽഡപ്പ് ആയിട്ടിരിക്കാനല്ല ഞാൻ പറയുന്നത്. ഒരു നമുക്ക് വേണ്ട ഒരു ഡെയിലി നമ്മളൊന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഇതൊക്കെ എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജി തരുന്നൊരു കാര്യം. ഞാൻ വളരെ ചെറുതായിട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ഞാനാണ്. പക്ഷെ ഇപ്പം ഞാൻ അതിൻ്റെ വേറെ ലെവലിലേക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. എനിക്ക് അത്രയും നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ചെയ്യണം സെൽഫായിട്ടെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ നമുക്ക് തരുന്നത് ഈ പറയണ ഞാൻ എടുത്ത ഒരു തോട്ടാണ്, എനിക്ക് വന്ന ഒരു തോട്ടാണ്. എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് ആ ഒരു പഴയ ഞാനാവണം. ഒരു 10-20 വർഷം നമുക്ക് പിന്നിലേക്ക് എടുത്തു വെക്കാനായിട്ട് ഒരാരുടെ സഹായവും വേണ്ട എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യം. നമ്മൾ തന്നെ വിചാരിച്ചാൽ മതി, നമ്മൾ തന്നെ എഫേർട്ട് ഇട്ടാൽ മതി. അത് തിരിച്ചു വന്നത് എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാവരും. അതാണ് എനിക്ക് പറയാനുള്ളത്. സിനിമ, ഫിറ്റ്നസ് ഇതൊക്കെ ഇഷ്ടത്തിലേക്ക് തിരിച്ചു വന്നു. അതുപോലെ ഫാഷന്റെ ലോകത്തേക്കും ഒരു മേജർ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ക്ലോത്തിങ് ബ്രാൻഡ് ലോഞ്ച് ചെയ്തോ? അല്ലെങ്കിൽ ചെയ്യാൻ പോവാണ്. ഈ ആഴ്ചയാണ് ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നത്. ഇക്കിഗാര എന്നാണ് നമ്മുടെ ബ്രാൻഡിന്റെ പേര്. എൻ്റെ ബ്രാൻഡിന്റെ ടാഗ് ലൈൻ തന്നെ റിട്ടേൺ ടു യുവർ സെൽഫ് എന്നാണ്. ഞാൻ ഉദ്ദേശിച്ചതും ഈ വർക്ക് ലൈഫ് ഫാഷൻ കൊണ്ടുവരുമ്പം നമ്മുടെ ഒരു ഐഡിയയിലും പ്ലാനിലും ഇതിങ്ങനെ തന്നെയായിരുന്നു. ഈ പറയുന്ന നമ്മളുടെ ഡെയിലി റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന വിമൻ, അവരിലേക്ക് ഒരു തിരിച്ചുപോക്ക്.
അവർ തിരിച്ചെത്തുമ്പോഴത്തേനും ഹൗ ദേ പ്രസന്റ്, അതാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇതിട്ടിട്ട്. സോ അവരെ പ്രസന്റ് ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ്, അതിനൊരു സപ്പോർട്ടായിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. സോ അതാണ് ഇക്കിഗാര റിട്ടേൺ ടു യുവർ സെൽഫ്, അതാണ് നമ്മുടെ ബ്രാൻഡ്. അപ്പം സ്വന്തമായ ടൈം ലൈനിൽ ഫോമോ ഒന്നും ഇല്ലാതെ ഹാപ്പിയായി ഇനിയും മുന്നോട്ട് പോവാൻ പറ്റട്ടെ. അപ്പൊ ഇനി പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? ഇനിയിപ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓഗസ്റ്റിൽ അതുപോലെ ഒക്ടോബറിലൊക്കെ ആയിട്ട് 2 പടങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ പേര് ഇവിടെ റിവീൽ ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 പ്രൊജക്ട്സും ഇൻട്രസ്റ്റിംഗ് ആണ്, ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. അപ്പം അതാണ് ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹാപ്പിയായി സ്വന്തം ടൈം ലൈനിൽ പുതിയ പ്രോജക്ട്സിനും ഇനി പുതിയ റിലീസിനും എല്ലാം നന്നായി വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു Thank you സോ for- മച്ച്. താങ്ക് യു. താങ്ക് യു ഫോർ ജോയിനിങ് us.